നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനങ്ങൾ വൻ കടക്കിണിയിലേക്കെന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ട്. 2016 അവസാന പാദത്തിലെ സംസ്ഥാനങ്ങളുടെ കടം 5 ലക്ഷം കോടി കടക്കും. രൂപയുടെ മൂല്യത്തകർച്ച നിയന്ത്രണ വിധേയമാകുമെന്ന് SBI. 2026 വിനിമയ നിരക്ക് ഡോളറിനെതിരെ 92 രൂപയാകുമെന്നും വിലയിരുത്തൽ. രാജ്യത്തെ വൈദ്യുതി ഡിമാൻഡിൽ വൻ കുതിപ്പെന്ന് ജെഫ്രീസ്. വൈദ്യുതി മേഖലയിൽ ഒട്ടേറെ പുതിയ സാധ്യതകളെന്നും പഠനം. ഇന്ത്യൻ ഓഹരികളിൽ വിദേശ നിക്ഷേപം വർദ്ധിക്കും. വരുമാനം, മൂല്യനിർണ്ണയം, മാക്രോ സ്ഥിരത എന്നിവ അനുകൂലമായി മാറുകയാണെന്നും വിപണി വിദഗ്ധർ. വെനസ്വേലയിൽ കടന്നാക്രമണം നടത്തി US. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയെന്നും ട്രംപ്. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനങ്ങൾ വൻ കടക്കിണിയിലേക്കെന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ട്. 2016 അവസാന പാദത്തിലെ സംസ്ഥാനങ്ങളുടെ കടം 5 ലക്ഷം കോടി കടക്കും. മൂലധന ചെലവുകളാണ് സംസ്ഥാനങ്ങളെ കടക്കിണിയിലാക്കുന്ന പ്രധാന ഘടകം. RBI പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 പാദങ്ങളിൽ തന്നെ സംസ്ഥാനങ്ങൾ 7.13 ലക്ഷം കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ 4ാം പാദത്തിലെ വലിയ കടമെടുപ്പ് കൂടെ ചേർന്നാൽ ആകെ വാർഷിക സംസ്ഥാന കടമെടുപ്പ് ചരിത്രത്തിലെ ഉയർന്ന നിലയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തൽ. അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, മറ്റു മൂലധന ചെലവുകൾ എന്നിവയ്ക്കുള്ള ധനസമാഹരണ ആവശ്യങ്ങളാണ് സംസ്ഥാനങ്ങളെ ഉയർന്ന തോതിലുള്ള വിപണി കടമെടുപ്പിലേക്ക് നയിക്കുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. എന്നാൽ ഇത്രയും വലിയ തോതിലുള്ള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺസ് വിപണിയിലെത്തുന്നത് ബോണ്ട് ഈൽഡുകളിൽ മേലോട്ടുള്ള സമ്മർദ്ദം സൃഷ്ടിക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. വിപണിയിൽ കടപ്പത്രങ്ങളുടെ വിതരണ സമ്മർദ്ദം ഉയരുന്നതിനാൽ നിക്ഷേപകരുടെ ആവശ്യകത കുറയാനും ദീർഘകാല പലിശ നിരക്കുകൾ ഉയരാനും സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ലക്ഷ്യമിട്ട മുഴുവൻ തുകയും സംസ്ഥാനങ്ങൾ സമാഹരിക്കണമെന്നില്ലെങ്കിലും പ്രഖ്യാപിച്ച കടമെടുപ്പ് തന്നെ വിപണി വികാരത്തെ സ്വാധീനിക്കുമെന്ന് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രൂപയുടെ മൂല്യത്തകർച്ച നിയന്ത്രണ വിധേയമാകുമെന്ന് SBI. 2026 വിനിമയ നിരക്ക് ഡോളറിനെതിരെ 92 രൂപയാകുമെന്നും വിലയിരുത്തൽ. വിദേശ ഫണ്ടിന്റെ ഒഴുക്ക്, വ്യാപാര അനിശ്ചിതത്വം, ഉയർന്ന ഹെഡ്ജിംഗ് ഡിമാൻഡ് എന്നിവ കാരണം 2026 രൂപയുടെ മൂല്യത്തകർച്ചയുടെ വേഗത ഗണ്യമായി കുറയുമെന്ന് SBI ഫണ്ട്സ് മാനേജ്മെന്റ് പറയുന്നു. 2022 ശേഷമുള്ള ഏറ്റവും ദുർബലമായ വർഷമായി ഈ വർഷം മാറാനും സാധ്യതയുണ്ട്. 2025 രൂപയുടെ മൂല്യം 5% ഇടിഞ്ഞിരുന്നു. SBI ഫണ്ട്സ് മാനേജ്മെന്റ് 2026 ഔട്ട്ലുക്ക് പ്രകാരം 2027 സാമ്പത്തിക വർഷത്തിൽ കറൻസിയുടെ മൂല്യം ഏകദേശം 2% മാത്രമേ കുറയൂ എന്നും പറയുന്നു. വിനിമയ നിരക്ക് ഡോളറിനെതിരെ 92 രൂപയ്ക്ക് സമീപം സ്ഥിരത കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ആഗോള ബോണ്ട് സൂചികകളിൽ ഇന്ത്യൻ ഗവൺമെന്റ് ബോണ്ടുകൾ ഉൾപ്പെടുത്താനുള്ള സാധ്യത, കോർപ്പറേറ്റ് വരുമാനത്തിലെ സ്ഥിരത എന്നിവ രൂപയുടെ മേലുള്ള സമ്മർദ്ദം ലഘൂകരിക്കും. ശക്തമായ സേവന കയറ്റുമതിയും കുറഞ്ഞ അസംസ്കൃത എണ്ണവിലയും പിന്തുണയ്ക്കുന്ന ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മിറ്റ് GDPയുടെ 1% താഴെയേ തുടരുമെന്ന് പ്രവചിക്കപ്പെടുന്നു. പണപ്പെരുപ്പം RBIയുടെ 4% ലക്ഷ്യത്തിനോട് അടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. 2022 ശേഷമുള്ള ഏറ്റവും വലിയ വാർഷിക ഇടിവ് 2025 ഇന്ത്യൻ രൂപ രേഖപ്പെടുത്തി. US ഡോളറിനെതിരെ ഏകദേശം 5% മൂല്യത്തകർച്ച നേരിട്ടു. മിക്ക വളർന്നുവരുന്ന വിപണി കറൻസികളും ശക്തിപ്പെടുകയും ചെയ്തപ്പോഴും ഇതായിരുന്നു രൂപയുടെ സ്ഥിതി. ആഭ്യന്തര മാക്രോ സമ്മർദ്ദം കുറഞ്ഞതും മൂലധനത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്കും നീണ്ടുനിൽക്കുന്ന വ്യാപാര അനിശ്ചിതത്വവുമാണ് മോശം പ്രകടനത്തിന് കാരണമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ വൈദ്യുതി ഡിമാൻഡിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന് ജെഫ്രീസ്. വൈദ്യുതി മേഖലയിൽ ഒട്ടേറെ പുതിയ സാധ്യതകളെന്നും പഠനം. പവർ ഓഹരികൾ നിക്ഷേപക റഡാറിലേക്ക്. 2025 മന്ദഗതിക്ക് ശേഷം ഇന്ത്യയിലെ വൈദ്യുതി ആവശ്യകത 2026 ശക്തമായി തിരിച്ചുവരുമെന്ന് ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫ്രീസ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും നീണ്ട മൺസൂണുമാണ് കഴിഞ്ഞ വർഷം വൈദ്യുതി ഉപഭോഗത്തെ പ്രതികൂലമായി ബാധിച്ചതെന്ന് റിപ്പോർട്ട് പറയുന്നു. 2026 കാലാവസ്ഥ സാധാരണ നിലയിലാകുന്നതും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും വൈദ്യുതി ഡിമാൻഡ് ഉയരാൻ സഹായിക്കും. വ്യവസായ ഉൽപാദന വർധന, ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനങ്ങൾ, ഡാറ്റാ സെന്ററുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്നിവയുടെ ഉപയോഗം ഉപഭോഗ വളർച്ചയ്ക്ക് പിന്തുണ നൽകും. മധ്യകാലയളവിൽ ഇന്ത്യയിലെ വൈദ്യുതി ഉപഭോഗം വർഷം തോറും 56% വളർച്ച കൈവരിക്കുമെന്നാണ് ജെഫ്രീസിന്റെ കണക്കുകൂട്ടൽ. ഇതോടെ പവർ മേഖലയിലെ നിക്ഷേപങ്ങളും പുതിയ ശേഷി കൂട്ടിച്ചേർക്കലും വർദ്ധിക്കുമെന്ന് വിലയിരുത്തുന്നു. വൈദ്യുതി മേഖലയിലെ തിരിച്ചുവരവ് റിന്യൂവേബിൾ, തെർമൽ മേഖലകൾക്ക് ഒരുപോലെ ഗുണകരമാകും. ഡിസംബറിൽ വൈദ്യുതി ഉപഭോഗത്തിൽ രേഖപ്പെടുത്തിയ ശ്രദ്ധേയമായ വർധനവ്
ഡിമാൻഡിലെ വീണ്ടെടുപ്പിന്റെ ആദ്യ സൂചനയായി കാണപ്പെടുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പവർ മേഖലയിലെ ഓഹരികളും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. 2026 വൈദ്യുതി ആവശ്യകത സാധാരണ നിലയിലേക്കും തുടർന്ന് വളർച്ചാപാതയിലേക്കും കടക്കുന്നതോടെ ഇന്ത്യയുടെ പവർ മേഖല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ കൂടുതൽ നിർണായക പങ്കുവഹിക്കുമെന്നാണ് ജെഫ്രീസിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഓഹരികളിൽ വിദേശ നിക്ഷേപം വർദ്ധിക്കും. വരുമാനം, മൂല്യനിർണ്ണയം, മാക്രോ സ്ഥിരത എന്നിവ അനുകൂലമായി മാറുകയാണെന്നും വിപണി വിദഗ്ധർ. 2025 വിദേശ നിക്ഷേപകർക്ക് നേരിടേണ്ടി വന്ന കനത്ത തിരിച്ചടികൾക്ക് ശേഷം 2026 വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളിൽ തിരിച്ചുവരവ് നടത്തിയേക്കാം. വരുമാനം, മൂല്യനിർണ്ണയം, മാക്രോ സ്ഥിരത എന്നിവ അനുകൂലമായി മാറുകയാണെന്നും വിപണി വിദഗ്ധർ പറയുന്നു. സ്ഥിരമായ SIP ഒഴുക്ക്, EPFO, NPS ഒഴുക്ക്, കുറഞ്ഞ ആഭ്യന്തര ഇക്വിറ്റി ഉടമസ്ഥാവകാശം, മറ്റ് ആസ്തി ക്ലാസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ച ഇക്വിറ്റി റിട്ടേൺ പ്രൊഫൈൽ എന്നിവ മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി ഇൻഫ്ലോ നിലനിർത്തിയേക്കാമെന്ന് റിപ്പോർട്ട് പറയുന്നു. 2025 ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് FPIകൾ ഏകദേശം $17.5 ബില്യൺ പിൻവലിച്ചു. ഇത് ഏറ്റവും ഉയർന്ന വാർഷിക പിൻവലിക്കലാണ്. കോർപ്പറേറ്റ് വരുമാനം വീണ്ടും കുത്തനെ ത്വരിതപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഏകദേശം 7% നിഫ്റ്റി വരുമാനം. 2026-2028 സാമ്പത്തിക വർഷം കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഏകദേശം 16% വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇത് ഏകദേശം 7%. ഇന്ത്യയുടെ മാക്രോ പശ്ചാത്തലം അസാധാരണമാംവിധം പിന്തുണയ്ക്കും. യഥാർത്ഥ GDP വളർച്ച 7.5% തുടരുമെന്നും കറന്റ് അക്കൗണ്ട് കമ്മിറ്റ് GDPയുടെ 1% താഴെയാകുമെന്നും പ്രവചിക്കപ്പെടുന്നു. ആഗോള നിക്ഷേപകർക്ക് AI-യോടുള്ള താൽപര്യം വർദ്ധിച്ചു വരികയാണ്. സെമി കണ്ടക്ടറുകൾ, അഡ്വാൻസ്ഡ് ഹാർഡ്വെയർ, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, AI നേറ്റീവ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ നേരിട്ടുള്ള AI എക്സ്പ്ലോഷർ ഉള്ള വിപണിയിലേക്കും കമ്പനികളിലേക്കും അവർ കൂടുതൽ നിക്ഷേപം നടത്തും. US, തായ്വാൻ, കിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവ ഈ മൂല്യ ശൃംഖലയിൽ ആധിപത്യം പുലർത്തുന്നു. ശക്തമായ ആഭ്യന്തര വളർച്ച ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ AI നിർമ്മാതാവല്ല, മറിച്ച് AI ഉപഭോക്താവായി തുടരുന്നു. AI അപകട സാധ്യത എല്ലാ ഇന്ത്യൻ മേഖലയും ഒരുപോലെ ബാധിക്കുന്നില്ലെന്നും റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെനസ്വേലയിൽ കടന്നാക്രമണം നടത്തി US. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയെന്നും ട്രംപ്. വെനസ്വേലയിലെ US ആക്രമണം സ്ഥിരീകരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയെന്നും ട്രംപ് സാമൂഹ്യമാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇരുവരെയും നാടുകടത്തിയെന്നും ട്രംപ് പറഞ്ഞു. തലസ്ഥാനമായ കാരക്കാസ് അടക്കം 7 ഇടങ്ങളിലാണ് ഇന്ന് വൻ സ്ഫോടനങ്ങളുണ്ടായത്. US ആർമി ഹെലികോപ്റ്ററുകളായിരുന്നു ആക്രമണം നടത്തിയത്. ഫോർട്ട് യുന സൈനിക താവളത്തിനും ലാ കാർട്ടലോട്ട വിമാനത്താവളത്തിനും സമീപത്ത് സ്ഫോടനം നടന്നിട്ടുണ്ട്. 7 ഇടങ്ങളിൽ സ്ഫോടനം നടന്നതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം കരയാക്രമണം നടത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയതിനു പിന്നാലെയാണ് ആക്രമണം. വെനസ്വേലയുടെ എണ്ണ, ധാതു വിഭവങ്ങൾ ലക്ഷ്യമിട്ടുള്ള സൈനിക ആക്രമണമാണിതെന്നാണ് സൂചന. അമേരിക്കയുടെ പദ്ധതി വിജയിക്കില്ലെന്നും വെനസ്വേല പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,450 രൂപയും പവന് 99,600 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 10,235 രൂപയായി. വെള്ളിവിലയും കുറഞ്ഞു. ഗ്രാമിന് 7 രൂപ താഴ്ന്ന് 240 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനങ്ങൾ വൻ കടക്കെണിയിലേക്കെന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ട്. 2016 അവസാന പാദത്തിലെ സംസ്ഥാനങ്ങളുടെ കടം 5 ലക്ഷം കോടി കടക്കും. രൂപയുടെ മൂല്യത്തകർച്ച നിയന്ത്രണ വിധേയമാകുമെന്ന് SBI. 2026 വിനിമയ നിരക്ക് ഡോളറിനെതിരെ 92 രൂപയാകുമെന്നും വിലയിരുത്തൽ. രാജ്യത്തെ വൈദ്യുതി ഡിമാൻഡിൽ വൻ കുതിപ്പെന്ന് ജെഫ്രീസ്. വൈദ്യുതി മേഖലയിൽ ഒട്ടേറെ പുതിയ സാധ്യതകളെന്നും പഠനം. ഇന്ത്യൻ ഓഹരികളിൽ വിദേശ നിക്ഷേപം വർദ്ധിക്കും. വരുമാനം, മൂല്യനിർണ്ണയം, മാക്രോ സ്ഥിരത എന്നിവ അനുകൂലമായി മാറുകയാണെന്നും വിപണി വിദഗ്ധർ. വെനസ്വേലയിൽ കടന്നാക്രമണം നടത്തി US. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയെന്ന് ട്രംപ്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.